ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല ഇവിടെയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൊവ്വാദോഷത്തിന് വേണ്ടി ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊവ്വാദോഷ പരിഹാര കർമ്മങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആചാര്യന്മാരെയും ജ്യോതിഷ പണ്ഡിതന്മാരെയും സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ ഈ ഒരു വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നതേയില്ല. നമ്മൾ ഈ സമാധിയെക്കുറിച്ച് പറഞ്ഞ ആ കുടുംബത്തെ കളിയാക്കുമ്പോൾ സ്വന്തം വീട്ടിൽ ചൊവ്വാദോഷത്തിൻ്റെ പരിഹാരകർമ്മം നടത്താൻ പോയവർ, ശത്രുസംഹാര പൂജയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തവർ, അതേപോലെ കയ്യിൽ ഏലസും പിന്നെ അരയിൽ ഏലസും കെട്ടി നല്ല ഭർത്താവിനെ കിട്ടാനും കൂടുതൽ മാർക്ക് കിട്ടാനും വേണ്ടിയിട്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ മുന്നിൽ പോയി ക്യൂ നിൽക്കുന്ന മനുഷ്യർ, ഇപ്പോഴും കൂടോത്രം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഇവരൊക്കെ ഈ കുടുംബത്തിൻ്റെ അതേ മാനസിക നിലയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ പരിഹസിക്കാൻ ഞാനില്ല. ആ കുടുംബത്തിന് താരതമ്യേന വിദ്യാഭ്യാസപരമായും നിയമസാക്ഷരതയും കുറവുള്ള ഒരു കുടുംബമാണ്. ഞാനിന്ന് ഈ രണ്ടുപേരോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു, മകനോട് സംസാരിച്ചു. കാര്യമായ ഒരറിവും അവർക്കില്ല. ഈ ലോകത്തെക്കുറിച്ച് തന്നെ കൃത്യമായ ധാരണയില്ല. ഈ സമൂഹം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. അവർ പറയുന്ന ലൈവിൽ പറഞ്ഞ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അപകടം ചെയ്യുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ നാളെ വളരെ പ്രധാനപ്പെട്ട മൊഴികളായി വരാൻ പോകുന്നതാണ്. മൊത്തം അടിമുടി വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആ പാവം അമ്മയും മകനും നൽകിയത്. അപ്പം അതിനകത്ത് വന്നിരിക്കുന്ന ക്ലാരിറ്റി 11 മരിക്കുന്നു. ഒരു കുഞ്ഞ് നാട്ടുകാർ അറിയിക്കുന്നില്ല. മരിക്കുന്നത് സ്ഥിരീകരിക്കുന്നതാവട്ടെ മകനും അമ്മയും അത് സ്ഥിരീകരിക്കുന്നു. അതിനുള്ള പ്രത്യേക വൈദഗ്ധ്യം ഇളയ മകൻ നേടിയിട്ടുണ്ട്. പക്ഷേ അത് ശാസ്ത്രീയ വൈദഗ്ധ്യമല്ല. സമാധി അടയുന്നതിലുള്ള വൈദഗ്ധ്യം അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വൈദഗ്ധ്യം നേടി ശാസ്ത്രീയമായ പരിശോധനയാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നത്. അതിലൊന്നാണ് ഈ പറയുന്ന വയറ് മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ല എന്നുള്ളത് ശാസ്ത്രീയമായ യുക്തിയാണ്, അത് വിശ്വാസപരമായ യുക്തിയല്ല. മിടിപ്പ് അതൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ്. ഈ രണ്ട് പരിശോധനയും അദ്ദേഹം നടത്തി ശാസ്ത്രീയമായ യോഗ്യതയില്ലാതെ. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്വാസമില്ല എന്ന് പറഞ്ഞു. അതും വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, ശാസ്ത്രത്തിൻ്റെ വിഷയമാണ്. അപ്പം ശാസ്ത്രീയമായിട്ടാണ് അയാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, യുക്തിപരമായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അടുത്ത ഘട്ടം എത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ റിലേ പോകുന്നു. അദ്ദേഹത്തിന് പിന്നെ പറയുന്നത് ഇത് സ്ഥിരീകരിക്കേണ്ടത് ഡോക്ടറല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ മരണം നടന്നാൽ നമ്മളല്ലേ സ്ഥിരീകരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അത് പ്രായമായ ഒരുപാട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ രാവിലെ മരിച്ചതായി കണ്ടാൽ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ച് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ നിങ്ങളുടെ മെമ്പറുടെ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതിനുള്ളൊരു നിയമവ്യവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഒരു സമാധിയും ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇന്നേ വരെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് സമാധി അടയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സമാധി ഇരിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ആരെയും സമാധി അടഞ്ഞു എന്ന് പറഞ്ഞ് സർക്കാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല. ഒന്നുകിൽ ഇതൊരു സ്വാഭാവിക മരണം, അതല്ലെങ്കിൽ അസ്വാഭാവിക മരണം, കൊലപാതകം, ആത്മഹത്യ, ഇങ്ങനെയൊക്കെയുള്ള അപകട മരണം, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറികളിലായിട്ടാണ് മരണം രേഖപ്പെടുത്തപ്പെടാറ്. ഇവിടെ ഈ രീതിയിൽ മരണം രേഖപ്പെടുത്തപ്പെടാൻ ഈ കുടുംബത്തിന് താല്പര്യമില്ല. അതിന് അവർ പറയുന്നൊരു കാര്യം ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എന്നാണ്. ഇതിൽ കൗതുകകരമായൊരു കാര്യം, സമാധി അടയാൻ പോയ ഒരാൾ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഷുഗറിന് മരുന്ന് കഴിച്ചിട്ട് പോയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പൊടിയരിക്കഞ്ഞി കുടിച്ചിട്ടാണ് സമാധി അടയാൻ പോയത് എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെ അതിനകത്തെ പ്രത്യക്ഷത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണെങ്കിൽ തമ്മിൽ കണക്ട് ആവുന്നില്ല. പൊടിയരിക്കഞ്ഞി കുടിച്ച് പൂജ ചെയ്യാനായി ഒരു സ്വാമി പോകും, അല്ല അത് പോകും. പക്ഷേ പൊടിയരിക്കഞ്ഞി കഴിച്ച് പൂജ ചെയ്യാനായിട്ട് പോകും, പൂജ ചെയ്തു. പക്ഷേ പൊടിയരിക്കഞ്ഞി കഴിച്ച് സമാധിയാവാൻ പോകത്തില്ല. ഇനി പൊടിയരിക്കഞ്ഞി കഴിച്ച് വിശപ്പുള്ളത് കൊണ്ട് സമാധിയാവുന്നതിന് മുൻപ് ആ വിശപ്പ് മാറാൻ വേണ്ടി പോയാൽ പോലും ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് കഴിച്ചിട്ട് പോകേണ്ടത് എന്തിനാണ്? സമാധിക്ക് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളികയുടെ പ്രസക്തി എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഈ വൈരുദ്ധ്യങ്ങളുടെ പ്രശ്നം. പക്ഷേ ഞാൻ അതിലേക്കല്ല പോകുന്നത്. അത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യാ ഏലസ് വാങ്ങി കിട്ടുന്ന ആൾക്കാരുണ്ട്. ഭാര്യയെ ഭർത്താവിന് സംശയമുണ്ടെങ്കിൽ ഏലസ് വാങ്ങി കിട്ടുന്ന ആളുകളുണ്ട്. നാട്ടിൻ പുറത്ത് ധനാകർഷണ ഭൈരവ യന്ത്രം കൊണ്ടുവരുന്ന മനുഷ്യരുണ്ട്. ഇവരിൽ നിന്നൊന്നും ഒട്ടും വ്യത്യസ്തമേ അല്ല ഈ കുടുംബം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. നേരത്തെ താങ്കൾ പറഞ്ഞതാണ് അതിലത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ സാക്ഷരതയുണ്ടെന്ന് പറയുന്ന ഈ നാട്ടിൽ അന്ധവിശ്വാസം നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാൻ പറ്റാത്തതിന് എന്താ കാരണം? എന്താ? ധബോൽക്കറിന്റെ മരണം നടന്നതിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ഈ സംഭവം നടന്നത്. എന്താണ്? 2013 മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു. പക്ഷേ അവിടെ അന്ധവിശ്വാസത്തിനൊരു കുറവില്ല കേട്ടോ. അത് വളരെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ആൾദൈവങ്ങളും മഹാരാഷ്ട്രയിലും പ്രാന്ത പരിസരങ്ങളിലും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൊണ്ടുവന്നു 2017 തോന്നുന്നു. കർണാടകയിൽ കൊണ്ടുവരുന്നുണ്ട്, കൽബുർഗിയുടെ കർണാടകയിൽ. അവിടെയും അന്ധവിശ്വാസം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും ശക്തമായ നിയമം. പിന്നെ കർണാടകയിൽ കൊണ്ടുവരുന്നു. അതിനു മുൻപ് തന്നെ ബീഹാറിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ഒഡീഷയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ 7-8 സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പേരിനെങ്കിലുമുണ്ട്. പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതിന് പിന്നിൽ ഒരു വലിയ സമ്മർദ്ദം, ഒരു വലിയ ലോബി നമ്മുടെ മുന്നിലുണ്ട്. പല ആൾക്കാരുടെയും ആപ്പീസ് പൂട്ടും എന്നതുകൊണ്ട് തന്നെയാണ് ഇത് നടത്താൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. നാള് ചേർച്ച, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്പേസ് ഡോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരേ സമയം വാർത്ത കൊടുക്കുകയും ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് ഗ്രഹനില നോക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്ന മനുഷ്യൻ ജീവിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്കല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി, ഡോക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന മനുഷ്യർ അതേസമയം ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഭ്രമണപഥത്തിൽ 2 ഉപഗ്രഹങ്ങളെ എങ്ങനെ ബാംഗ്ലൂരുവിലെ ഒരു സെൻറ്ററിൽ ഇരുന്ന് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമം നടത്താം എന്ന് പറയുന്ന അതേ മനുഷ്യർ ഗ്രഹനില ചേരാത്തതിനെക്കുറിച്ച് വിഷമിക്കുന്ന ഒരു നാട്ടിലായിരിക്കുന്നത്. 2 ഉപഗ്രഹങ്ങളെ ശൂന്യാകാശത്ത് വെച്ച് ചേർക്കാൻ മനുഷ്യൻ ശാസ്ത്രീയമായി ശ്രമിക്കുന്നത് ഒരു വശത്തും, ഗ്രഹനില ചേരാത്തതിനെക്കുറിച്ച് കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ മറുഭാഗത്തും ജീവിക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായി ഇത് സംഭവിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മൾ പഠിക്കുന്ന പഠന രീതിയിൽ ഈ വ്യക്തികളെ രണ്ടുപേരും ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല, ഒട്ടും വിദ്യാഭ്യാസം ഇവർക്ക് കാര്യമായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ ഇദ്ദേഹം ചുമട്ടുതൊഴിലാളിയായി CATയുടെ ഒക്കെ നല്ല ഒന്നാന്തരം ഉശിരുള്ള ചുമട്ടുതൊഴിലാളിയായിരുന്നു ഈ ഗോപൻ എന്ന് പറഞ്ഞാൽ, പിന്നീട് സ്വാമിയായി മാറി. അപ്പോൾ ഗോപൻ സ്വാമിയുടെ പൂർവ്വജന്മത്തിൽ, അങ്ങനെയാണല്ലോ അവരുടെ ഭാഷ, BMS ആയിരുന്നു. CAT എന്നാണെന്ന് പക്ഷേ അവരുടെ അമ്മ ജ്യേഷ്ഠ പറഞ്ഞത് ആണോ? എന്താണെങ്കിലും ശരി, അതൊരു ട്രേഡ് യൂണിയൻ. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യൻ പിന്നീട് സ്വാമിയായിട്ട് മാറുന്നു. അതൊക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായി എല്ലാ അവകാശങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് സ്വാമിയാവണോ, നിങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമിയാവണോ, നിങ്ങൾക്ക് സിംഗിൾ ബാച്ചിലായിട്ട് ജീവിക്കണോ, അതൊക്കെ തീർച്ചയായിട്ടും അത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് പരിഹസിക്കുന്ന മനുഷ്യർ ഈ പരിഹസിച്ച് കഴിഞ്ഞതിന് ശേഷം പോകുന്നത് ഇതിന് സമാനമായിട്ടുള്ള പണികളിലാണ് ഏർപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതിനകത്തൊരു ഇരട്ടത്താപ്പ് നമ്മൾ പൊതുവെ മലയാളികൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളെ വളരെ വേഗം കമ്മ്യൂണൽ ഫോഴ്സസിന് ഒരു ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ കൃത്യമല്ലേ, ഒരു മരണം നടന്നാൽ അതിൽ ഒരു അസ്വാഭാവികതയുണ്ടെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തേണ്ടത് എന്താ? പോസ്റ്റ്മോർട്ടമാണ്. ആ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഇനി പള്ളിയുടെ കല്ലറ വിളിച്ചിവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് ഇല്ലേ? അഭയ കൊലക്കേസ് നമുക്കറിയാലോ എങ്ങനെയാണെന്ന്. അഭയ നടന്നതിന് ശേഷം എങ്ങനെയാണ് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നത്, എങ്ങനെയാണത് തെളിയിച്ചത്, എങ്ങനെയാണ് സൈനൈഡ് കഴിച്ച ജോളിയുടെ കൊലപാതകത്തിൻ്റെ പരമ്പര കല്ലറ പൊളിച്ച് പുറത്തെടുത്തത് എങ്ങനെയാണ്? അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്തൊരു പവിത്രതയും ആ അർത്ഥത്തിലില്ല. ഇതിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ഭരണഘടനാ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഇന്ന് ഐക്യവേദിയുമായിട്ട് സംസാരിച്ചു. ഐക്യവേദിയിൽ RV ബാബുവിന് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യമാണ്. ഇവർ പറയുന്നത് പോലെ അത്രയ്ക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. RV ബാബു പറഞ്ഞത് ആ കുടുംബത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമാണ്. മറ്റു ചില ആളുകൾ ആ സമയത്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വന്നു. അതും ശരിയല്ല. ഏതെങ്കിലും തരത്തിൽ ഇതൊരു കിട്ടിപ്പോയൊരു അവസരമായി, അതൊരു സമുദായത്തെ ഒന്നും പറയേണ്ട, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ആൾക്കാർ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. നല്ല ഒന്നാന്തരം അന്ധവിശ്വാസികളായിട്ടുള്ളവർ എല്ലാ സമുദായങ്ങളിലും ഒരേപോലെ സഹകരിച്ച് ആ ബിസിനസ് കൊണ്ടുപോകുന്നൊരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വിശ്വാസം അന്ധവിശ്വാസമായി രൂപപ്പെടാതെ അല്പമെങ്കിലും ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. എന്നാൽ ചില സമയത്തെങ്കിലും അവരുടെ നിയന്ത്രണം വിട്ടുപോകും. ചില സമയത്ത് അവരുടെ വിശ്വാസം അന്ധവിശ്വാസമായിട്ട് മാറും. പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതൊക്കെ സ്വകാര്യമായ ചോയ്സുകളാണ്. നമുക്കതിലേക്കൊന്നും കടന്നിറങ്ങി കെട്ടത്തില്ല. ലോ ആൻഡ് ഓർഡറിനെ അത് ബാധിക്കാത്ത സാഹചര്യത്തിൽ, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അത്തരം ഘട്ടങ്ങളിൽ ശാസ്ത്രീയമായ മനോവൃത്തി എന്നുള്ളത് പൊതുവായ സമൂഹത്തിനാണ് ഉണ്ടാവേണ്ടത്. സമൂഹത്തിൻ്റെ ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51AH നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിരന്തരം ഉണ്ടാകേണ്ടത് ശാസ്ത്രീയമായ മനോവൃത്തിയാണ്, ശാസ്ത്രീയമായ നിങ്ങളുടെ മനോവിചാരങ്ങൾക്കൊപ്പം അന്വേഷണത്വരയാണ്, മാനവികതയാണ്, സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം, അതേപോലെ റിഫോം, പരിഷ്കരണ ക്ഷമത, ഇതൊക്കെയാണ് നിങ്ങൾക്ക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഇതൊക്കെയാണ് നമ്മൾക്ക് കുട്ടികൾക്കും ഉണ്ടാകേണ്ടത്. അതല്ലാതെ കുട്ടികളെ ഏതെങ്കിലും സിദ്ധൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലല്ല. ALS കൊണ്ട് ഇന്നേ വരെ ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. വൈദ്യൻ്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നതിനും അപ്പുറത്തേക്ക് കാര്യമായിട്ടൊന്നും പരിഹരിക്കപ്പെടാനും പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഏതെങ്കിലും മതവുമായിട്ട് കൂട്ടി യോജിപ്പിക്കാനും നമുക്ക് കഴിയില്ല. മതത്തിന് അതിൻ്റേതായ രീതിയും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകും. പക്ഷേ ഇതിനെ ചൂഷണം ചെയ്യുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങനെ ആൾദൈവമായിട്ട് ഉയർന്നു വരാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ മനുഷ്യർ കാണിക്കുന്നു. എന്തെല്ലാം കാര്യത്തിൽ ഒരു സന്തോഷ് മാധവൻ അല്ലേ, അങ്ങനെ പേരുള്ള അല്ലേ, സന്തോഷ് മാധവൻ എന്ന പേരുള്ള ഒരു സ്വാമി ഒടുവിൽ ജയിലിൽ കിടന്നില്ലേ? എത്ര ആരാധകരായിരുന്നു സന്തോഷ് മാധവൻ ഉണ്ടായിരുന്നത്. കന്യാപൂജയായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബി. പിന്നെ മരിച്ചുപോയി. പിന്നീട് പീഡിപ്പിക്കലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾദൈവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അത് നിലവിൽ കർശനമായി നടപ്പാക്കാൻ ഈ രാജ്യത്ത് ഒരാൾ തീരുമാനിച്ചാൽ
അത് ആൾദൈവങ്ങളുടെ പണി പൂട്ടും എന്നുള്ള. അല്ല, അത് എളുപ്പമല്ല. കാരണം വെച്ചാൽ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. ഇപ്പം രാഷ്ട്രീയത്തിൽ എപ്പോഴും ആൻഡ്രൂ സർ സംസാരിക്കാൻ അല്ല, അതിൻ്റെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഘാതമായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം നിയമനിർമ്മാണം കൊണ്ടുവരികയാണെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമല്ലോ. ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്. പലതരത്തിലുള്ള ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് വരുന്ന ആചാരങ്ങളാണ്. ആ ആചാരങ്ങളുടെ ഒക്കെ തന്നെയും പിന്നെ അതിന് കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രത്തോളം സാധ്യമാണ്? അതിൻ്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഇതിനകത്ത് ആൻസറബിൾ ആണ് കേട്ടോ. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായും ആൻസറബിൾ ആയിരിക്കുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് കളക്ടർ ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. പള്ളി അല്ല, ഈ വിഷയത്തിലല്ല. അതാണ് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത്. ഞാൻ മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ കള്ളനോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറൻസി ആരെയും നിരോധിച്ചിട്ടില്ലല്ലോ. കറൻസി അടിക്കുന്നത് നിരോധിച്ചിട്ടില്ല, കള്ളനോട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? ശക്തമായ നിയമങ്ങളിലൂടെയാണ്. ആ കള്ളനോട്ട് അടിക്കുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടും, അല്ലെങ്കിൽ അതിന് കടുത്ത ശിക്ഷ നൽകും എന്ന് പറയുന്ന ഒരു രീതിയിൽ ആ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ആ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയാതെ പോകുന്നത് ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കർണാടകയിലെ നിയമത്തിൽ ഒരു രസകരമായ പ്രൊവിഷനുണ്ട്. മന്ത്രവാദം ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നു. മന്ത്രവാദം നിരോധിച്ചാൽ നമ്മുടെ കേരളത്തിലെ പല ആചാര്യന്മാരുടെ ആപ്പീസ് കൂട്ടത്തിൽ ഈ മന്ത്രവാദം കൊണ്ട് മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇനി മനുഷ്യത്വരഹിതമായ ദുരാചാരങ്ങൾ അവ പ്രചരിപ്പിക്കൽ, ഈ പറയുന്ന ചാത്തന്മാരുമായിട്ട് ബന്ധപ്പെട്ട ചാത്തൻ സേവകൾ എന്ന് പറഞ്ഞ് പത്രങ്ങൾ തന്നെ പരസ്യം ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലിൽ അത്തരം പരസ്യങ്ങൾ എടുക്കുന്ന അറബി മാന്ത്രികമുണ്ട്, അറബി മാന്ത്രികം, പലതരം മാന്ത്രികമുണ്ട്. അപ്പം മതപരമായ ഉത്സവങ്ങളിലും ആചാരങ്ങളിലും നിർബന്ധിച്ച് തീ കൊളുത്തി നടക്കാൻ പ്രേരിപ്പിക്കുന്നത്, മറ്റേ തീക്കനലാട്ടം പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് ഗരുഡൻ തൂക്കം എന്ന് പറയും. കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ഈ ഇത് കയറ്റിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ ശൂലം കയറ്റിയിട്ടുള്ള പരിപാടികൾ, താടിയെല്ലിൻ്റെ വശത്ത് കമ്പുകൾ തുളച്ച് കയറ്റുന്നത് 7 വർഷം മുതൽ തടവ് ശിക്ഷയാണ്. 5000 മുതൽ 50,000 രൂപ വരെ പിഴയും. ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ പേര് പ്രാദേശിക പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും കൂടി വേണം എന്നുള്ളതാണ് കർണാടകയിലെ നിയമത്തിൻ്റെ ഒരു പ്രൊവിഷനായിട്ട് പറയുന്നത്. ഇനി മഹാരാഷ്ട്രയിലുമുണ്ട് നരബലി, മനുഷ്യത്വരഹിതമായ ആചാരങ്ങൾ. അതും 6 മാസം മുതൽ 7 വർഷം വരെ തടവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാതെ പോകുന്നതിൽ ഈ പറയുന്ന സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടിയാണ് നമ്മൾ പറയുക. നമ്മൾ ഒരുമിച്ച് തന്നെ അത് പറയണം. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും വളരെ ശാസ്ത്രീയമായ മനോവൃത്തിയോടുകൂടി അവരുടെ ചെറിയ ചെറിയ വിശ്വാസങ്ങൾ, ആരെയും ബാധിക്കാത്ത തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതിനൊരു ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ സ്വഭാവത്തിലേക്കൊക്കെ വന്നാൽ കാര്യങ്ങൾ മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ വർഗീയവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും അതിനോട് നമുക്ക് പിന്തുണയ്ക്കാനും കഴിയില്ല. സത്യം അറിയണം, സമാധിയിൽ എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.